ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിപിൻ രാജ്. എല്ലാവർക്കും PSC മാത്സ് ക്ലബിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDC പരീക്ഷ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിന്റെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ചോദ്യങ്ങൾ നമ്മളധികം വർക്കൗട്ട് ചെയ്ത് നോക്കിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി 10 ചോദ്യങ്ങളുണ്ട്. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ? സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു, അത്ര സമയം എടുക്കുന്ന ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ, ഒട്ടും ചെയ്യാത്തവർ, അല്ലെങ്കിൽ മാത്സ് പണ്ട് മുതലേ എനിക്ക് പേടിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവാം കേട്ടോ. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു താരതമ്യേന. നമുക്ക് എന്തായാലും ആ 10 ചോദ്യങ്ങളൊന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? യെസ്. ഒരു ചോദ്യം ഇങ്ങനെ ആയിരുന്നു, എടാ A14C എന്നത് തുക 42 വരുന്ന തുടർച്ചയായ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ്. അപ്പൊ അതിനകത്തൊരു എന്തോ ഒരു ലിങ്ക് കിട്ടാത്ത പോലെ, വേറെ ഒന്നുമില്ല. എയും 14ഉം സിയും ഇതൊരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണ്. ഇവരെ കൂട്ടുമ്പോൾ 42 കിട്ടണം. ഓക്കെ, ഇനി പറയാണ് എന്ന് 5 കുറയ്ക്കണം, 14 അതുപോലെ തന്നെ എടുക്കണം. പിന്നെ എയോട് ഈ സി കൂട്ടി എഴുതണം. എ എന്ന് പറയുന്ന ആദ്യത്തെ നമ്പറിനോട് മൂന്നാമത്തെ നമ്പറായ സി കൂട്ടി എഴുതണം. എന്നിവ ഒരു സമഗുണിത ശ്രേണിയിലായാൽ, സമഗുണിത ശ്രേണി എന്ന് വെച്ചാൽ എന്താ? സമാന്തര ശ്രേണി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമഗുണിത ശ്രേണി ജോമെട്രിക് പ്രോഗ്രഷൻ GP അല്ലെ? എന്നാൽ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് ഈ താഴെ തന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് കണ്ടീഷൻ അനുസരിച്ചുള്ള ഓപ്ഷൻസ് എടുത്തങ്ങ് ചെയ്യാം. അല്ലാതെ ഇവിടെ നിങ്ങൾ വേരിയബിൾ ഇട്ട് ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടും. മനസ്സിലായോ? അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ഈ പറഞ്ഞ A14C എല്ലാ സ്ഥലത്തും നടുവിലത്തേത് 14 ആണോ? ആണ്. ഇനി എയും സിയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതെന്തായിരിക്കണം? സമാന്തര ശ്രേണി ആയിരിക്കണം. ഇവരെ കൂട്ടിയാൽ 42 കിട്ടും. നമുക്ക് നോക്കാൻ എളുപ്പം 42 തുകയായിട്ട് വരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം 6, 14, 22 കൂട്ടുമ്പോൾ 42 ആണ് അല്ലെ? ഇവരെ കൂട്ടി എഴുതിയാൽ 42 കിട്ടും. ഇത് നോക്കിയേ, ഇവര് സമാന്തര ശ്രേണിയിലാണോ? 6നോട് എത്ര കൂട്ടിയാൽ 14 കിട്ടും? 6നോട് 8 കൂട്ടിയാൽ 14 കിട്ടും അല്ലെ? 14നോട് 8 കൂട്ടിയാൽ 22 കിട്ടോ? കിട്ടും. അപ്പൊ ഇത് സമാന്തര ശ്രേണിയുമാണ്. ഇവരെ കൂട്ടിയാൽ 42 കിട്ടുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെയാണ്, ആണല്ലോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ എയിൽ നിന്ന് 5 കുറയ്ക്കുക, 14 അതുപോലെ എഴുതുക. എയും സിയും തമ്മിൽ കൂട്ടി എഴുതുക. ഇവിടുത്തെ എ എന്ന് പറയുന്ന ആരാ? 6ആണ്. 6 5 കുറച്ചാൽ എത്ര കിട്ടും? 1. 14 അതുപോലെ എഴുതുക. എയും സിയും കൂടെ കൂട്ടുക. എയും സി എത്രയാ? 14ഉം 22ഉം ആണോ? അല്ല, 6ഉം 22ഉം. 6ഉം 22ഉം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടി എഴുതുക. 6ഉം 22ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 28. ഇതൊരു സമഗുണിത ശ്രേണിയാണോ എന്ന്, അതായത് ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു ഗുണിച്ചു പോകുന്ന ഒരു ശ്രേണിയാണോ? ഒന്നിനെ 14 കൊണ്ട് ഗുണിച്ചാൽ 14 കിട്ടും, എന്നാൽ 14നെ 14 കൊണ്ട് ഗുണിച്ചാൽ 28 കിട്ടൂല. മനസ്സിലായി? അപ്പൊ ഇതൊരു സമഗുണിത ശ്രേണി അല്ല. അപ്പൊ ആ കണ്ടീഷൻ തെറ്റാ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അല്ല ഉത്തരം. ഓക്കെ, അടുത്തതിലേക്ക് ചെല്ലൂ. അവിടെ ഒരു സമാന്തര ശ്രേണി കാണുന്നുണ്ടോ? 10, 14, 20. 10നോട് 4 കൂട്ടിയാൽ 14, 14നോട് 4 കൂട്ടിയാൽ 18 വരണം. ഇവിടെ 20 ആണ് വന്നത്, അപ്പൊ അതല്ല. ഓക്കെ, സമാന്തര ശ്രേണി അല്ല. അടുത്ത് നോക്കുമ്പോൾ 8, 14, 20 വന്നു. 8നോട് എത്ര കൂട്ടിയാൽ 14 കിട്ടുന്നുണ്ട്? 6. 14നോട് 6 കൂട്ടിയാൽ 20 കിട്ടുന്നുണ്ട്. ഇനി ഇവരൊന്ന് കൂട്ടി നോക്കിയാൽ 42 കിട്ടുന്നുണ്ടോ? 20ഉം 14, 34, 34 8ഉം 42 കറക്റ്റാ. അപ്പൊ സമാന്തര ശ്രേണിയാണ്, അവരുടെ തുക 42 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷൻ സെറ്റ് ആണ് അല്ലെ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറയ്ക്കാൻ പോവാണേ. ആദ്യം 8ൽ നിന്ന് ആരെ കുറയ്ക്കണം? 5 കുറയ്ക്കണം അല്ലെ? 8 നിന്ന് 5 പോയാൽ എത്ര കിട്ടും? 3 കിട്ടും. 14 അതുപോലെ എഴുതുക. ഇനി എയും സിയും തമ്മിൽ കൂട്ടണോന്ന്. കൂട്ടട്ടെ. അപ്പൊ എങ്ങനെയാ? 8ഉം 20ഉം കൂടെ കൂട്ടിയിട്ട് 28 എന്ന് എഴുതുന്നു. ഇത് സമഗുണിത ശ്രേണിയാണോ? 3നോട് ഏതെങ്കിലും നമ്പർ ഗുണിച്ചാൽ 14 കിട്ടുകയോ അതേ സംഖ്യ കൊണ്ട് 14നെ ഗുണിച്ചാൽ 28 കിട്ടുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതും തെറ്റാ. അപ്പൊ എന്തായാലും ലാസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ എന്ന് മനസ്സിലായി. ചെക്ക് ചെയ്യാമോ? എങ്ങനാ? ഇപ്പൊ പറഞ്ഞ പോലെ 12, 14, 16. 12ന്റെ കൂടെ 2 കൂട്ടുക, 14ന്റെ കൂടെ 2 കൂട്ടുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടുന്നുണ്ട്. ഇവരെ കൂട്ടി നോക്കിയാൽ 42 ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറയ്ക്കാം. ഏതെന്നാ? 12ൽ നിന്ന് 5 കുറയ്ക്കൂ. 12 നിന്ന് 5 പോയാൽ എത്ര കിട്ടും? 7. അത് കഴിഞ്ഞ് 14 അതുപോലെ എഴുതി. അടുത്തതോ? 16ഉം 12ഉം തമ്മിൽ കൂട്ടുക. 16ഉം 12ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 16, 12 കൂട്ടിയാൽ 28 കിട്ടുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ മക്കളെ. ഇതാണ്ടോ, ഇവിടെ 7നെ 2 കൊണ്ട് ഗുണിച്ചാൽ 14 കിട്ടും. 7ന്റെ ഇരട്ടിയാണ് 14. 14ന്റെ ഇരട്ടിയാണ് 28. അപ്പോ ഇവിടെ എല്ലാം ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്.
ഗുണിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സമഗുണിത ശ്രേണി കിട്ടുന്നുണ്ട്. അത് എവിടെ മാത്രമേ പറ്റുന്നുള്ളൂ? ഡിയിൽ മാത്രമേ പറ്റുന്നുള്ളൂ. സോ നമ്മുടെ ആൻസർ ഡി ആണ്. ഒന്ന് ക്ഷമയോടുകൂടി എഴുതി നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു കോമൺ ലോജിക്കാണ്. ഇതിനകത്ത് വേറെ ഒന്നും വേരിയബിളോ ഓൾജിബ്രയോ ഒന്നും കൊണ്ടുവന്നിട്ട് വെറുതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നമ്മുടെ സമയത്തെ നന്നായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 12, 14, 16 ആണ്. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്തു. ഓപ്ഷൻ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? അത് സമാന്തര ശ്രേണിയാണെന്ന് നോക്കി കൂട്ടുമ്പോൾ 42 വരുന്നുണ്ടോ എന്ന് ആദ്യത്തെ ഘട്ടം ചെക്ക് ചെയ്തു. അത് ഓക്കെ ആണെങ്കിൽ അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ആദ്യം 5 കുറച്ചു, 14 അതുപോലെ തന്നെ എഴുതി. പിന്നെ എന്ത് ചെയ്തു? അവസാനത്തേതും ആദ്യത്തേതും നമ്മൾ കൂട്ടി. അങ്ങനെ എഴുതുമ്പോൾ നമുക്കൊരു സമഗുണിത ശ്രേണി അഥവാ GP കിട്ടുന്നുണ്ടോ? കിട്ടിയത് എവിടെ മാത്രമേ ഉള്ളൂ? ഡിയിൽ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ ഡി ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. 24 പുരുഷന്മാർക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെങ്കിൽ 30 പുരുഷന്മാർക്ക് അത് പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടി വരും? ഞാനൊന്ന് ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്തതാ. ഇത്രയും വൃത്തിക്കൊന്നും അല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. പക്ഷേ കൺസെപ്റ്റ് സെയിം ആണ് അല്ലേ? അപ്പൊ 24 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം. അപ്പൊ അവരുടെ ആകെ ജോലി എന്താണെന്ന് നമുക്കറിയാം. 24 × 10. 24 പുരുഷന്മാർ 10 ദിവസം ജോലി ചെയ്താൽ 24 × 10 ആണല്ലോ. ഈ ജോലി 30 പുരുഷന്മാർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 30 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. 24നെ 10 കൊണ്ട് ഗുണിച്ച ശേഷം 30 കൊണ്ട് ഹരിക്കുക എന്നാണ്. 10ഉം ഈ 30ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പൊ 24/3 എന്ന് എഴുതിയാൽ മതി. 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 8. അപ്പോ 30 പുരുഷന്മാർക്ക് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം? 8 ദിവസം. ഓക്കെ ആണോ? അപ്പൊ 24 പുരുഷന്മാർക്ക് ഒരു ജോലി തീർക്കാൻ 10 ദിവസം. ആ ജോലി 30 പുരുഷന്മാർക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം? അപ്പൊ ഈ 10ഉം ഈ 30ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 3 കിട്ടിയിട്ടുണ്ട്. 24നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 8. വേറെ എന്തെങ്കിലും അതിനകത്തുണ്ടോ? ഒന്നുമില്ല. സിമ്പിൾ ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഒരു തീവണ്ടി ഒരു ടെലഗ്രാഫ് പോസ്റ്റ് 8 സെക്കൻഡ് കൊണ്ടും 105 മീറ്റർ നീളമുള്ള ഒരു പാലം 20 സെക്കൻഡ് കൊണ്ടും കടന്നു പോകുന്നു എങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? ഇതൊരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഇതിനകത്ത് തന്നെ ആദ്യമേ എക്സ് ഒക്കെ ഇട്ടിട്ട് വേരിയബിൾ ആക്കി ഈക്വേഷൻ ആക്കി ഇത് സോൾവ് ചെയ്തു അങ്ങനെ സമയം കളയും. അങ്ങനെ ചെയ്യുന്ന തെറ്റെന്നല്ല, അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും, പക്ഷെ നമുക്ക് കുറെ സമയം നഷ്ടപ്പെടും. ഓക്കെ, ഞാൻ എന്തായാലും ആ രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കാം. നമുക്ക് തീവണ്ടിയുടെ നീളം അറിയില്ല. തീവണ്ടിയുടെ നീളം എക്സ് ആണല്ലേടാ? ആണ്. എക്സ് എന്ന് പറയുന്ന തീവണ്ടിയുടെ നീളം കടന്നു പോകാൻ ആ ഒരു തീവണ്ടിക്ക് എത്ര സമയം വേണ്ടി വന്നു? അതായത് ടെലഗ്രാഫ് പോസ്റ്റ്, ഒരു പോസ്റ്റിനെ തീവണ്ടി കടന്നു പോകാന്ന് വെച്ചാൽ എന്താ? തീവണ്ടിയുടെ നീളത്തെ കടന്നു പോകാന്നാണ്. അപ്പൊ തീവണ്ടിയുടെ നീളം കടന്നു പോകാൻ അതിന് എത്ര സമയം വേണ്ടി വന്നു? 8 സെക്കൻഡ് സമയം വേണ്ടി വന്നു. ഓക്കെ, ഇനി 105 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകണം അല്ലെ? 105 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ തീവണ്ടിയുടെ നീളം എക്സ് അല്ലേ? അപ്പൊ ഈ എക്സും 105ഉം കൂടെ ചേർത്തെടുക്കണ്ടേ? അപ്പൊ അടുത്ത് കടന്നു പോകാൻ പോകുന്നത് എന്താണ്? തീവണ്ടിയുടെ നീളമായ എക്സും പാലത്തിന്റെ നീളമായ 105ഉം കൂടെ കടന്നു പോകാൻ എത്ര സെക്കൻഡ് സമയം എടുത്തടാ? 20 സെക്കൻഡ് സമയം എടുത്തു. ഇത് ഓക്കെ ആണോ? എക്സ് എന്ന നീളം കടന്നു പോകാൻ 8 സെക്കൻഡ് സമയം, എക്സ് പ്ലസ് 105 കടന്നു പോകാൻ 20 സെക്കൻഡ് സമയം. ഇത് രണ്ടും ഈക്വൽ ആണോ? ആണ്. കാരണം എന്താ? ഇതും വേഗതയാണ്, ഇതും വേഗതയാണ്. ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ വേഗത എന്ന് പറയുക. ശരിയല്ലേ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് തീവണ്ടിയുടെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. എങ്ങനെ ക്രോസ് ചെയ്യാം? ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക. ഇപ്പൊ എക്സും 20ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 20x എന്ന് എഴുതാം. 8 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 8 × എക്സ് പ്ലസ് 105 എന്ന് എഴുതാൻ പറ്റും അല്ലെ? ഇപ്പൊ 20x ഇവിടെ തന്നെ കിടന്നോട്ടെ. 8 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 8x കിട്ടും. 8 × 105, 8 × 105 എത്രയാ? 840. ഇത്ര എഴുതാമല്ലോ. ആണ്. ഇനി നമ്മൾ ഈ 20x-ൽ നിന്ന് ആരെ ഒഴിവാക്കുക? 8x-നെ ഒഴിവാക്കുക. ഓക്കെ ആണേ? ഇപ്പൊ 20x-ൽ നിന്ന് 8x പോയാൽ ഇനി ആരേ ഉള്ളൂ? 12x ഉള്ളൂ. 12x = 840 ആണല്ലോ. ആണ്. അപ്പൊ ഇവിടുത്തെ x എത്ര എന്ന ചോദ്യത്തിന് 840 ഡിവൈഡഡ് ബൈ എത്ര എന്ന് കൊടുത്താൽ മതി? 12. 84-ൽ എത്ര 12 ഉണ്ട് എന്ന് വെച്ചാൽ 7 അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം തീവണ്ടിയുടെ നീളം x എന്ന് പറയുന്നത് എത്ര മീറ്ററാ? 70 മീറ്റർ. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ഓൾജിബ്ര എടുത്ത് ഇക്വേഷൻ ആക്കി ചെയ്തതാണ്. അങ്ങനെ ചെയ്താൽ തെറ്റെന്നല്ല, നമുക്ക് കുറച്ച് സമയം നഷ്ടപ്പെടും. എക്സിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതുപോലെ എക്സ് പ്ലസ് 105നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തു, തമ്മിൽ ക്രോസ് ചെയ്തു, എക്സിന്റെ മൂല്യം കണ്ടുപിടിച്ചു, അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഓക്കെ, ഇതൊന്നും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കടാ.
ഒരു ടെലഗ്രാഫ് പോസ്റ്റ് കടന്നു പോവുക എന്ന് വെച്ചാൽ എന്താണ്? ട്രെയിൻ അതിന്റെ നീളത്തെ കടന്നുപോയി എന്നാണ്. എന്നാൽ ഈ ഒരു ട്രെയിൻ അതിന്റെ നീളം കടന്നു പോകാൻ 8 സെക്കൻഡും എന്നാൽ അവിടെ ഒരു പാലം കടന്നു പോകാൻ 20 സെക്കൻഡുമാണ് എടുത്തത്. അല്ലെ? ഈ പാലം കടന്നു പോവുക എന്ന് വെച്ചാൽ എന്താണ്? ട്രെയിനിന്റെ നീളവും കടന്നു പോവും, പാലവും കടന്നു പോകും. അപ്പൊ നിങ്ങൾ പ്ലെയിൻ ആയിട്ട് ആലോചിക്കുക, ഈ ട്രെയിനിന്റെ നീളമായ 105 മീറ്റർ മാത്രം കടന്നു പോകാൻ ഇതിന് എത്ര സമയം വേണ്ടി വന്നു? ട്രെയിനിന്റെ നീളം മാത്രം കടക്കാൻ 8 സെക്കൻഡ്, ട്രെയിനിന്റെ നീളവും പാലവും കൂടെ കടക്കാൻ എത്ര സെക്കൻഡ്? 20 സെക്കൻഡ്. അങ്ങനെയല്ലേ തന്നിരുന്നേ? അപ്പൊ ട്രെയിനിന്റെ നീളം മാത്രം കടന്നു പോകാൻ 8 സെക്കൻഡും ട്രെയിനും പാലവും കൂടി കടന്നു പോകാൻ 20 സെക്കൻഡും ഒന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പാലം മാത്രം കടക്കാൻ എത്ര സെക്കൻഡ് മതി? 12 സെക്കൻഡ് മതി. പോരെ? പാലം മാത്രം കടക്കാൻ 12 സെക്കൻഡ് മതി. മതിയോ? മതി അല്ലെ? അതായത് ഇവിടെ ഉണ്ടോ, പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം മാത്രം കടക്കാൻ 8 സെക്കൻഡും പാലത്തിന്റെ നീളം കൂടെ വന്നപ്പോ 20 എന്നാണ്. അപ്പൊ 20ഉം 8ഉം കൂടെ കുറയ്ക്കുക, 12 സെക്കൻഡ് ആണല്ലോ. അപ്പൊ 105/12 എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഒരു ട്രെയിനിന് 105 മീറ്റർ കടന്നു പോകാൻ, ഒരു ട്രെയിനിന് 105 മീറ്റർ കടന്നു പോകാൻ എത്ര സെക്കൻഡ് സമയോടാ? 12 സെക്കൻഡ് സമയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ നീളം കടന്നു പോകാൻ എത്ര സെക്കൻഡ് സമയം എന്നാ പറഞ്ഞേ? 8 സെക്കൻഡ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, 12 സെക്കൻഡിൽ 105 മീറ്റർ കടന്നു പോകാൻ പറ്റുമെങ്കിൽ 8 സെക്കൻഡിൽ എത്ര ദൂരം കടന്നു? ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 12 സെക്കൻഡിൽ 105 മീറ്റർ കടന്നു പോകാമെങ്കിൽ 8 സെക്കൻഡിൽ എത്ര മീറ്റർ കടന്നു പോകാം? ക്രോസ് ചെയ്താൽ മതി. എങ്ങനാ? 105 × 8, 105 × 8 ഡിവൈഡഡ് ബൈ 12. ഇവിടെ നമ്മൾ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 കിട്ടും, ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3. 105നെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 35 എന്ന് കിട്ടും. 35 × 2 എത്രയാ? 35നെ 2 കൊണ്ട് ഗുണിച്ചാൽ 70. കണ്ടോ? അങ്ങനെ 70 മീറ്ററിലെത്തി. എത്ര ഉള്ളൂ. അപ്പൊ തീവണ്ടിക്ക് എത്ര നീളമുണ്ട്? 70 മീറ്റർ. ഈ ലോജിക്ക് നമുക്ക് കൃത്യമായിട്ട് വർക്ക് ആവണം, അത്രേ ഉള്ളൂ. 8 സെക്കൻഡിൽ കടന്നു പോകുന്ന ട്രെയിനിന്റെ നീളം മാത്രമാണ്. ആണല്ലോ? ആണ്. ഇനി പാലത്തിന്റെ നീളം നമുക്ക് കടന്നു പോകണം. അപ്പൊ പാലത്തിന്റെ നീളം കടന്നു പോകാൻ, പാലത്തിന് എത്ര നീളമുണ്ട്? 105 മീറ്റർ. അപ്പൊ 105 മീറ്ററും കൂടെ കടന്നു പോകാൻ 20 സെക്കൻഡ്. അപ്പൊ എത്ര കൂടുതലാണ് അവിടെ? 105 മീറ്ററും കൂടെ കടക്കാൻ എത്ര സെക്കൻഡ് കൂടുതൽ എടുത്തു? 12 സെക്കൻഡ്. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം, 12 സെക്കൻഡിൽ 105 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 8 സെക്കൻഡിൽ എത്ര? അത്രേ ഉള്ളൂ. അപ്പൊ 105നെ 8 കൊണ്ട് ഗുണിക്കുക, ഏതുകൊണ്ട് ഹരിക്കുക? 12 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 70 മീറ്റർ എന്ന് കിട്ടിയില്ലേ? അങ്ങനെ ചെയ്താൽ മതി. അടുത്തൊരു ചോദ്യം, 4 വർഷം കൊണ്ട് ഒരു തുകയുടെ 9/25 ഭാഗം സാധാരണ പലിശ ലഭിച്ചു എന്ന് കരുതുക. വാർഷിക പലിശ നിരക്ക് എത്രയാണ്? 4 വർഷം കൊണ്ട് ഏതോ ഒരു തുകയുടെ എത്ര ഭാഗം കിട്ടിയെന്നാണ്? 25ൽ 9 ഭാഗം. അപ്പൊ എന്ത് മനസ്സിലാക്കുക? തുക 25 രൂപയാണെങ്കിൽ 4 കൊല്ലം കൊണ്ട് എത്ര രൂപ പലിശ കിട്ടിയെന്നാണ്? 9 രൂപ പലിശ കിട്ടിയെന്ന്. ഇതല്ലേ സംഭവം? 4 കൊല്ലം കൊണ്ട് ഒരു തുകയുടെ 25ൽ 9 ഭാഗം എന്ത് കിട്ടിയിട്ടുണ്ട്? സാധാരണ പലിശ കിട്ടിയെങ്കിൽ എന്ത് മനസ്സിലാക്കിക്കോ? 25 രൂപ അവിടുത്തെ തുകയും പലിശ 9 രൂപയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 25 രൂപ തുകയാണെങ്കിൽ ഇതിനെ 2500ലേക്ക് മാറ്റിയാൽ അതിന് 4 കൊല്ലം കൊണ്ട് എത്ര പലിശ കിട്ടും? 900 രൂപ പലിശ കിട്ടൂലേ? ഇവിടെ ഒരു 0 കൂടെ ഇട്ടാൽ അത് കുറച്ചുകൂടെ വലുതാവും അല്ലെ? നമുക്ക് അത്രയൊന്നും വേണ്ട. 2500ന് 4 കൊല്ലത്തെ പലിശ 900 രൂപ. 2500 രൂപയ്ക്ക് 4 കൊല്ലം പലിശ 900. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 900നെ 4 കൊണ്ട് ഹരിക്കുക. 900 ഡിവൈഡഡ് ബൈ 4. 1 കൊല്ലത്തെ പലിശ കിട്ടും. 1 കൊല്ലത്തെ പലിശ 225 രൂപ. അപ്പൊ 2500 രൂപയ്ക്ക് 4 കൊല്ലത്തെ പലിശ 900. അങ്ങനെയാണെങ്കിൽ 1 കൊല്ലത്തെ പലിശ 225 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ കണക്കാക്കണമെന്ന് അറിയാവോ? 1 കൊല്ലത്തെ പലിശയെ 225നെ എന്ത് ചെയ്താൽ മതി? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2500 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 225നെ 2500 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഈ 4 കൊല്ലത്തെ പലിശയെ 1 കൊല്ലത്തിലേക്ക് കൊണ്ടുവന്ന എന്തിനാ? പലിശ നിരക്ക് എന്ന് പറയുന്നത് എപ്പോഴും വാർഷികമായിരിക്കും, ഒരു വർഷത്തിലുള്ളതാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്കിത് 100 ക്യാൻസൽ ചെയ്തു. 225നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പലിശ നിരക്ക് 9%. ഇത്രയേ ഉള്ളൂ കാര്യം, വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഓക്കെ,
അപ്പൊ 4 വർഷം കൊണ്ട് ഒരു തുകയുടെ 9/25 അല്ലെങ്കിൽ 25/9 ഭാഗം സാധാരണ പലിശ കിട്ടിയെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്ര എന്നാണ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഈ 2500 900 ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കറിയാം ഒരു കൊല്ലത്തെ പലിശ 9 രൂപയാണല്ലോ, ആണോ? അല്ല, 4 കൊല്ലത്തെ പലിശ 9. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? 9/4 എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ, 9/4 ആണ് ഒരു കൊല്ലത്തെ പലിശ. ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 25. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1/25 എന്ന് എഴുതാൻ മതിയല്ലോ. ഓക്കെ, ഇനി ഇവിടുത്തെ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഗുണിക്കുക, എത്ര ഉള്ളൂ? 4 കൊല്ലത്തെ പലിശ 9 രൂപ, 9നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിനവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് 25 രൂപയാണല്ലോ നമ്മൾ എടുത്തത്, 25 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 25ഉം 100ഉം കൂടെ കട്ട് ചെയ്താൽ 4, ഈ 4ഉം കൂടെ കട്ട് ചെയ്താൽ ബാക്കി എത്ര? 9. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം ഒരു എമൗണ്ട് 4 കൊല്ലം കൊണ്ട് എന്തായിട്ടാണ്, എത്ര കിട്ടിയെന്നാണ് പറയുന്നത്? സാധാരണ പലിശ 25ൽ 9 കിട്ടിയെന്നാണ്. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് 25 ആയിട്ടും പലിശ 9 ആയിട്ടുമാണ്. 4 കൊല്ലത്തെ പലിശ 9 ആണെങ്കിൽ ഒരു കൊല്ലത്തെ പലിശ എന്താ? 9/4 ആണല്ലോ. ഇതിനെ പ്രിൻസിപ്പൽ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്രിൻസിപ്പൽ എമൗണ്ട് 25 ആണല്ലോ, 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/25. ഇനി ഇവിടുത്തെ പലിശ നിരക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ ഇത് 4 × 25 100 ആണല്ലോ. ഈ 100 വെട്ടിപ്പോയിട്ട് ഇനി ആരേ ഉള്ളൂ? 9 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എത്ര ശതമാനം എന്ന് പറയാം? 9%. കഴിഞ്ഞു, വേറെ ഒന്നും നോക്കാനില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 35 മിനിറ്റിന്റെ അകലമുണ്ട് എങ്കിൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? അപ്പൊ മിനിറ്റ് സൂചിക്കും സെക്കൻഡ് സൂചിക്കും ഇടയിൽ എത്ര മിനിറ്റാ? 35 മിനിറ്റ്. അപ്പൊ നമ്മളെല്ലാവരും ക്ലോക്ക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഒരു മിനിറ്റിന്റെ കോണളവ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്ന് പറയാറുണ്ട് അല്ലേ? ഒരു മിനിറ്റിന്റെ കോണളവ് 6 ഡിഗ്രി ആയിരിക്കും. മൊത്തം എത്ര മിനിറ്റാ? മൊത്തം 60 മിനിറ്റ്. ഒരു ക്ലോക്കിന്റെ ഫുൾ ആംഗിൾ കോണളവ് എത്രയാണ്? 360. 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഡിഗ്രി. അപ്പൊ ഒരു മിനിറ്റിന്റെ കോണളവ് 6 ഡിഗ്രിയാണ്. നമുക്ക് ഇവിടെ എത്ര മിനിറ്റ് തന്നിട്ടുണ്ട്? 35 മിനിറ്റ്. അപ്പൊ അവിടുത്തെ കോണളവ് കണ്ടുപിടിക്കാൻ 35 × 6 ചെയ്താൽ പോരെ? 35നെ 6 കൊണ്ട് ഗുണിക്കാം, 35നെ 3 കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിക്കാം. 35നെ 2 കൊണ്ട് ഗുണിച്ചാൽ 70. 70 × 3 എടുത്താലും മതി. ഇപ്പൊ എത്ര കിട്ടും? 210 എന്ന് പറയാം. 210 ഡിഗ്രി കേട്ടോ. അപ്പൊ ഒരു മിനിറ്റിന്റെ കോണളവ് 6 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 35 മിനിറ്റിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ 35 × 6 മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. 210. കിട്ടാത്തവരുണ്ടോ? എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ല, നല്ല ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുക 18, വ്യത്യാസം 10. അവയുടെ ഗുണനബലം എന്ത്? രണ്ട് സംഖ്യകളുടെ തുക, രണ്ട് സംഖ്യകൾ എയും ബിയും ആണെന്ന് വിചാരിക്കും. ഇവരുടെ തുക 18 ആണ്. ഓക്കെ, ഇവരുടെ വ്യത്യാസം, അതായത് a - b എത്രയാണ്? 10 ആണ്. ഇത് ഓക്കെ ആണോ? രണ്ടുപേരുടെ തുകയും നമുക്കറിയാം, വ്യത്യാസവും നമുക്കറിയാമെങ്കിൽ ഇതിൽ a എങ്ങനെ കണ്ടുപിടിക്കാന്നറിയാവോ? ഈ 18ഉം 10ഉം കൂടെ കൂട്ടുക. 18ഉം 10ഉം കൂടെ കൂട്ടുക, പകുതി എടുക്കുക. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാ. 18ഉം 10ഉം എത്രയായി? 28. 28ന്റെ പകുതി എത്രയാ? 14. അപ്പൊ വലിയ സംഖ്യ 14. എ. ഇനി ബി എന്ന സംഖ്യ ആരാണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ കുറയ്ക്കുക. 18ൽ നിന്ന് 10 കുറയ്ക്കുക. ഓക്കെ, എന്നിട്ട് പകുതി എടുക്കുക. 8ന്റെ പകുതി എത്ര? 4. മനസ്സിലായോ? അതായത് രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ അവരെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ കുറച്ചിട്ട് പകുതി എടുക്കുക. കൂട്ടിയിട്ട് പകുതി എടുത്തപ്പോൾ 14 കിട്ടി, കുറച്ചിട്ട് പകുതി എടുത്തപ്പോൾ 4 കിട്ടി. ഇനി ഇവരുടെ പ്രോഡക്റ്റ് ആണ്, ഗുണനഫലമാണ് നമുക്ക് വേണ്ടത്. പ്രോഡക്റ്റ് എങ്ങനെ എടുക്കും? 14 × 4 ചെയ്താൽ പോരെ? 14നെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 56 എന്ന് കിട്ടും. സംശയം ഉണ്ടാ? വേറെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഓക്കെ ആണേ. അപ്പൊ ചെയ്ത കാര്യം എന്താന്ന് നോക്കാം. അവരുടെ തുകയും വ്യത്യാസം അറിയാമെങ്കിൽ അവരുടെ ഗുണനഫലം കണ്ടുപിടിക്കാൻ ഇവരെ തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ ഒരെണ്ണം കിട്ടും, കുറച്ചിട്ട് പകുതി എടുത്താൽ അടുത്ത് കിട്ടും. ഇപ്പൊ രണ്ട് സംഖ്യകളായല്ലോ. ഇനി നമുക്ക് ഇവരുടെ ഗുണനഫലം, പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ അവരെ തമ്മിൽ ഗുണിച്ചെഴുതിയാൽ മതി. 14 × 4 56. സിമ്പിൾ അല്ലേടാ? എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നല്ല ചോദ്യമാണ്. അടുത്ത ചോദ്യം. രണ്ട് സംഖ്യകൾ 2:9 എന്ന അംശബന്ധത്തിലാണ്. ഇവയോട് 3 കൂട്ടിയാൽ അംശബന്ധം 1:3 ആകുമെങ്കിൽ ഇവയിലെ ചെറിയ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്, 2:9.
ഈ രണ്ട് സംഖ്യകളോടും ഇവയോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സംഖ്യകളോടും എത്ര കൂട്ടണം? 3 കൂട്ടുക. കൂട്ടുമ്പോൾ അംശബന്ധം 1:3 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സംഖ്യകൾ 2x 9x ഇങ്ങനെ എടുക്കാമല്ലോ അല്ലെ? അപ്പൊ 2x 9x ആണ് നമ്മുടെ സംഖ്യകൾ. അപ്പൊ ഇതിൽ കണ്ടെത്തേണ്ട നമുക്ക് 2x ആണ്, ഓർത്തോണം. ഈ 2x-നോട് നമ്മൾ 3 കൂട്ടുന്നു, 9x-നോട് നമ്മൾ 3 കൂട്ടുന്നു. അപ്പൊ 2x-നോട് 3 കൂട്ടിയാൽ എന്ത് കിട്ടും? 2x + 3ഉം 9x-നോട് 3 കൂട്ടിയാൽ 9x + 3ഉം കിട്ടും. അപ്പൊ 2x + 3ഉം 9x + 3ഉം തമ്മിലുള്ള അംശബന്ധം 1:3 അല്ലേ? ആണ്. ഇത് നമുക്കറിയാം അല്ലേ? അപ്പൊ ഇവരെ തമ്മിൽ എന്ത് ചെയ്തു? നമ്മൾ കൂട്ടി എഴുതി. 2x-ഉം 3ഉം കൂട്ടി, 9x-ഉം 3ഉം തമ്മിൽ കൂട്ടി. അപ്പൊ 2x + 3 ഡിവൈഡഡ് ബൈ 9x + 3 നമുക്ക് വേണമെങ്കിൽ എഴുതാമല്ലോ, ഇവരെ തന്നെ ആണ്. അപ്പൊ ഇത് ആർക്ക് തുല്യാണ്? 1/3 തുല്യാണ്. അപ്പൊ ഇവരെ നമുക്ക് ക്രോസ് ചെയ്യാം അല്ലെ? ക്രോസ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഗുണിക്കാം. 3 × 2x + 3ഉം 1 × 9x + 3. അപ്പൊ 9x + 3 നമ്മൾ എഴുതിക്കോ. ഇനി 3 കൊണ്ട് ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ 3 × 2 6x. ഈ 3 കൊണ്ട് ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ 3 × 3 9. അപ്പൊ 6x + 9 = 9x + 3 എന്ന് കിട്ടും. ആണല്ലോ? ഇവിടെ ഒരു 6x ഉണ്ട്, ഇവിടെ ഒരു 9x ഉണ്ട്. 9x-ഉം 6x-ഉം തമ്മിൽ കുറച്ചേ. 9x-ൽ നിന്ന് 6x കുറച്ചാൽ 3x ആണല്ലോ. ഇനി ഇവിടെ ആര് വന്നിട്ടുണ്ട്? ഇവിടെ ഒരു 9ഉം ഇവിടെ ഒരു 3ഉം. 9 നിന്ന് 3 കുറച്ചേ 6. അപ്പൊ x എത്രയാണ് എന്ന് ചോദിച്ചാൽ 6/3 എന്ന് കൊടുത്താൽ പോരെ? x-ന്റെ വില 2. നമുക്ക് x മതിയോ? പോരാ. നമുക്കിതിലെ ചെറിയ സംഖ്യയാണ് വേണ്ടത്. ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ ആരാ? 2x ആണ്. അപ്പൊ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ 2x എഴുതുക. അതായത് 2 × 2 എന്നാണ്. 2 × 2 എത്രയാ? 4 അല്ലെ? അപ്പൊ ഈ കൂട്ടത്തിലെ ചെറിയ സംഖ്യ ആരാണ് എന്ന് ചോദിച്ചാൽ 4. വലിയ സംഖ്യ ആരാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? 9 × 2 18 എന്ന് എടുക്കണം അല്ലെ? എന്നിട്ട് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 വീതം കൂട്ടിയെടുക്കുന്നത്. ഇത് നമ്മൾ എന്താണ്? ഓൾജിബ്ര വെച്ചിട്ട് എക്സും വൈയും ഇട്ടിട്ട് ചെയ്തതാണ്. ഇത് ഇത്രയും നിങ്ങൾ കഷ്ടപ്പെടണമെന്നില്ല. ഈ ഒരു ചോദ്യത്തെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അംശബന്ധം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം. അതായത് 2:9 എന്ന് പറയുന്ന അംശബന്ധത്തിലുള്ള രണ്ട് സംഖ്യകൾ ഇവരെത്രയായിട്ട് മാറി? 1:3 ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ രണ്ട് സംഖ്യകൾക്ക് എന്താണ് സംഭവിച്ചത്? രണ്ടിലും 3 വീതം കൂട്ടിയപ്പോഴാണ് എന്തായത്? 1:3. അങ്ങനെ സംഭവിക്കൂടാ? അതായത് 2 യൂണിറ്റ് ഉണ്ടായിരുന്നത് 3 കൂടിയിട്ട് 1 യൂണിറ്റ് ആയിട്ട് കുറയുമോ? അതായത് ഇവിടെ ഒരു 9 ഉണ്ടായിരുന്നത് 3 കൂട്ടിയിട്ട് എവിടെ 3 യൂണിറ്റിലേക്ക് കുറയുമോ? അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവരെ നമുക്ക് കൃത്യമായി ഒരു ബാലൻസിങ്ങിൽ നിർത്താനായിട്ട്, അതായത് ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും കുറയുകയും ചെയ്യുന്ന കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ വ്യത്യാസം എടുക്കാം. ഇവിടുത്തെ വ്യത്യാസം എത്രയാ? 7 ആണല്ലോ. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? രണ്ട് സംഖ്യയിലും മുകളിലത്തെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 7 വരുന്നുണ്ട്. എന്നാൽ താഴെ നോക്കുമ്പോൾ വ്യത്യാസം 7 ഇല്ല. എത്ര ഉള്ളൂ? 2 ഉള്ളൂ. ഇങ്ങനെ സംഭവിക്കുമോ? രണ്ട് സ്ഥലത്തും ഒരേ വാല്യൂ തന്നെ കൂട്ടുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു അകലത്തിൽ വ്യത്യാസം വരുമോ? വരില്ല. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 2 കൊണ്ട് മുകളിൽ ഗുണിക്കുക, 7 കൊണ്ട് താഴെ ഗുണിക്കുക. 2 കൊണ്ട് മുകളിൽ ഗുണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2 × 2 4, 2 × 9 18 എഴുതാമല്ലോ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. 7 കൊണ്ട് ഇവിടെ ഗുണിക്കുകയാണ് കേട്ടോ. അതായത് ഈ 2 കൊണ്ട് മുകളിൽ രണ്ടുപേരെയും ഗുണിച്ച പോലെ തന്നെ മുകളിലത്തെ 7 കൊണ്ട് താഴെ രണ്ടുപേരെയും ഗുണിക്കുക. അപ്പൊ ഇതെന്തായിട്ട് മാറും? 7:21 എന്ന് എഴുതാം. ആണല്ലോ. അപ്പൊ ആദ്യത്തെ സംഖ്യ 4 യൂണിറ്റിൽ നിന്ന് 7 യൂണിറ്റിലേക്ക് പോയി. ഇവിടെ 18 യൂണിറ്റിൽ നിന്ന് 21 യൂണിറ്റിലേക്ക്. അപ്പൊ അവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ 3 കൂട്ടുകയല്ലേ? അപ്പൊ 4 7ലേക്ക് പോയപ്പോൾ 3 കൂടി, 18 21ലേക്ക് പോയപ്പോഴും എത്ര കൂടിയിട്ടുണ്ട്? 3 കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയല്ലോ. ഇത് നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യത്തെ സംഖ്യ 4 ആണ്. 4ന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 7 കിട്ടി. മനസ്സിലായി? രണ്ടാമത്തെ സംഖ്യ 18 ആയിരുന്നു. 18ന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 21 കിട്ടി. അംശബന്ധം എടുത്താൽ കറക്റ്റ് അല്ലേ? ഏതാ? 1:3 തന്നെ വരുമല്ലോ. അത്രേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് ബാലൻസ് ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ സംഖ്യ 4 ആണ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. കണ്ടോ? ഇവിടെ ചെയ്ത പോലെ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. രണ്ട് സൈഡും അങ്ങ് ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്പറിലേക്ക് തന്നെ പോകും. കിട്ടിയോ? മറ്റൊരു ചോദ്യം നോക്കാം. 280 ഓറഞ്ചുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന 50 പേർക്ക് വിതരണം ചെയ്തപ്പോൾ ആൺകുട്ടികൾക്ക് 5 ഓറഞ്ചും പെൺകുട്ടികൾക്ക് 7 ഓറഞ്ചും വീതം ലഭിച്ചു. പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. പെൺകുട്ടികൾ എത്ര പേരുണ്ടെന്ന് അറിയില്ല. മൊത്തം 280 ഓറഞ്ചസ് ആണുള്ളത്.
ഇത് എത്ര പേർക്ക് വീതിച്ചു കൊടുത്തു? 50 പേർക്ക് പൂർണ്ണമായി വീതിച്ചു കൊടുത്തു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് എത്ര എണ്ണേ ഉള്ളൂ? 5 എണ്ണം വീതം കിട്ടി, പെൺകുട്ടികൾക്ക് 7 എണ്ണവും കിട്ടി. എന്നാൽ പെൺകുട്ടികൾ എത്ര പേരെന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. 2 തരത്തിൽ ചെയ്യാം. ഒന്ന് അലിഗേറ്റ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ എക്സും വൈയും ഒക്കെ ഇട്ടിട്ട് ഓൾജിബ്ര ആക്കിയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഓൾജിബ്ര മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് തന്നിരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താനാണല്ലോ. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം, ഗേൾസിന്റെ എണ്ണം നമുക്ക് കണ്ടെത്താനായിട്ട് അവരുടെ എണ്ണത്തെ എക്സ് എന്ന് എഴുതിക്കോ, അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ബോയ്സിന്റെ എണ്ണം എഴുതാം. ആൺകുട്ടികളുടെ എണ്ണം എങ്ങനെ എഴുതും? 50 - x എന്ന് എഴുതാം. പ്രശ്നമുണ്ടോ? ഇല്ല. ആകെ ആളുകൾ എത്ര പേരാണ് നമുക്കറിയാം? ആകെ ആളുകൾ 50 പേരാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് 50 - x എന്ന് എഴുതിയത്, അല്ലെ? അപ്പോൾ പെൺകുട്ടികൾ എക്സ് ആണെങ്കിൽ ആൺകുട്ടികൾ 50 - x. ഓക്കെ, നമുക്ക് നോക്കാം. പെൺകുട്ടികൾക്ക് കിട്ടിയ ആകെ ഓറഞ്ച് എത്ര? പെൺകുട്ടികൾക്ക് 7 ഓറഞ്ച് എന്ന ക്രമത്തിൽ എക്സ് ആളുകളല്ലേ. അപ്പൊ 7 × x 7x എന്ന് എഴുതാം. ഇനി ആൺകുട്ടികൾക്ക് എത്ര വീതം കിട്ടി? 5 എണ്ണം വീതം കിട്ടി. അപ്പൊ 5 × അവരുടെ എണ്ണം എത്രയാ? 50 - x. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മൊത്തം കിട്ടുന്ന ഓറഞ്ചിന്റെ എണ്ണം 280 ആണല്ലോ. അപ്പൊ 7x ഇവിടെ തന്നെ കിടന്നോട്ടെ. 5 കൊണ്ട് ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ 5 × 50. 5 × 50 എത്രയാ? 250 എന്ന് കിട്ടും. പിന്നെ ഇവിടെ ആര് വരുന്നുണ്ട്? 5ഉം എക്സും വരുന്നുണ്ട്, അല്ലേ? 5 × x എത്രയാ? 5 × x - 5x. ഇവിടെ നെഗറ്റീവ് വന്നുകൊണ്ടാണ് ഇത് എത്രയെന്ന് എഴുതാം? 280 എന്ന് എഴുതാം. ഇത് നോക്കണം മക്കളെ, ഇവിടെ ഒരു 7x ഉണ്ട്, ഇവിടെ ഒരു 5x ഉണ്ട്. കുറച്ചാലോ? 7xൽ നിന്ന് 5x പോയാൽ 2x ആണല്ലോ. ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണേ. ഈ 250 നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയേ 280 - 250 എത്ര എഴുതാം? 30. അപ്പൊ എക്സ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 30ന്റെ പകുതി എടുത്താൽ പോരെ. എക്സ് എത്രയാന്ന് വെച്ചാൽ 30ന്റെ നേരെ പകുതി എത്രയെന്ന് എഴുതാം? 15. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 15 എന്ന് പറഞ്ഞാൽ മതി. പെൺകുട്ടികൾ എക്സും ആൺകുട്ടികൾ എന്താണ്? 50 - x. അപ്പൊ അവരുടെ എണ്ണം എത്ര എന്ന് നോക്കി. പെൺകുട്ടികൾക്ക് 7 വെച്ചിട്ടും ആൺകുട്ടികൾക്ക് 5 വെച്ചിട്ടും കൊടുത്തപ്പോൾ മൊത്തം 280 ഉണ്ടായിരുന്നതിൽ നിന്ന് എക്സ് നമുക്ക് കിട്ടി 15. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം 15. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്, 2 ഗ്രൂപ്പാണല്ലോ. ബോയ്സിന് എത്ര വീതം കിട്ടിയ ഓറഞ്ച്? 5 എണ്ണം വീതം കിട്ടിയിട്ടുണ്ട്. ഗേൾസിനാണെങ്കിൽ 7 എണ്ണം വീതം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, ഈ 280 ഓറഞ്ചും നമ്മൾ എല്ലാവർക്കും തുല്യമായാണ് പങ്കിട്ടത് എന്ന് വിചാരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടും? 280/5. 280നെ 5 കൊണ്ട് ഹരിക്കുക, അല്ലേ? ഓക്കെ, 5 കൊണ്ടാണോ? അല്ല, 50 കൊണ്ട് ഹരിക്കണം. മൊത്തം 50 പേരല്ലേ. അപ്പൊ 280നെ 50 കൊണ്ട് ഹരിച്ചു. അപ്പൊ 0 0 വെട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ 28/5 എന്ന് എടുത്തോ. 28നെ 5 കൊണ്ട് ഹരിക്കുക. 28നെ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 5.6 എന്ന് കിട്ടും. 5.6 എന്ന് കിട്ടും. 28/5 അല്ലെങ്കിൽ 28ന്റെ ഇരട്ടി എടുക്കുക, ഡെസിമൽ കൊടുക്കുക. 28ന്റെ ഇരട്ടി എത്രയാ? 56. 56ലെ ഡെസിമൽ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അത് ഇവിടെ എഴുതാം, 5.6. അപ്പൊ നോർമലായിട്ട് എല്ലാവർക്കും 5.6 വീതം കിട്ടണമായിരുന്നു. പക്ഷെ ബോയ്സിന് 5 കിട്ടിയിട്ടുള്ളൂ, ഗേൾസിന് 7 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അലിഗേഷൻ ആണ് ചെയ്യുന്നത്. അലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഈ മിഡിൽ കിടക്കുന്ന നമ്പറും അതിന്റെ കൂടെയുള്ള ജോഡി, അതിന്റെ കൂടെ വരുന്ന ആ നമ്പർ തമ്മിൽ മൈനസ് ചെയ്യാം. 5.6ൽ നിന്ന് 5 കുറയ്ക്കുക. 5.6ൽ നിന്ന് 5 കുറച്ചാൽ 0.6 എന്ന് കിട്ടും. അതുപോലെ 7ൽ നിന്ന് 5.6 കുറയ്ക്കുക. 7ൽ നിന്ന് 5.6 കുറച്ചാൽ എത്ര കിട്ടും? 1.4 എന്ന് കിട്ടും. കിട്ടിയോ? അപ്പൊ 1.4 0.6 കിട്ടിയില്ലേ? ഇതിനെ നിങ്ങൾ പൂർണ്ണസംഖ്യകളാക്കി അംശബന്ധത്തിലാക്കി എടുക്കാം. മനസ്സിലായി? അപ്പൊ 14 ഇവിടെ വന്നിട്ടുണ്ട്, 0.6 വന്നിട്ടുണ്ട്. 2ലും 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1.4 അതുപോലെ 0.6 14 ആക്കാം, അല്ലെ? 1.4നെ 10 കൊണ്ട് ഗുണിച്ചാൽ 14 അല്ലടാ മക്കളെ? ആണ്. 0.6നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ ശരിക്കും ഈ ബോയ്സും ഗേൾസും തമ്മിലുള്ള എണ്ണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 14:6 എന്ന് എഴുതാം. 14:6 എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എഴുതുകയാണെങ്കിൽ പകുതി എടുത്തേ 7:3 എന്ന് കിട്ടൂലേ? 7:3 എന്ന് കിട്ടും. അപ്പൊ ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം എത്രയാ? 7:3 ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഉള്ള ആകെ കുട്ടികളായ 50 പേരില്ലേ, ഒരു 7:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്താൽ മതി. അപ്പൊ എങ്ങനാ? 50നെ മൊത്തം 10 മുറിക്കുക. 7 3 ആണല്ലോ. ആണ്. 7 3 10 മുറിക്കുക. ഇതിലേതാ വേണ്ടേ? പെൺകുട്ടികളുടെ ആണല്ലോ വേണ്ടേ. പെൺകുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന നമ്പർ 3.
അപ്പൊ 50നെ 10 കൊണ്ട് ഹരിച്ച ശേഷം 3 കൊണ്ട് ഗുണിക്കുക. 50നെ 10 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് കിട്ടും. 5 × 3 15 എന്ന് കിട്ടും. ഈ 15 ആരുടെ എണ്ണമാണ്? പെൺകുട്ടികളുടെ എണ്ണം. നമ്പർ ഓഫ് ഗേൾസ്. അപ്പൊ ഗേൾസിന്റെ എണ്ണം 15. ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ അലിഗേഷൻ നല്ല പരിചയമുള്ള ആൾക്കാർ മാത്രം ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം അലിഗേഷൻ ചെയ്ത് ശീലമുള്ളവർ മാത്രം, അല്ലാത്തവർ ഇതുപോലെ ഇട്ട് ചെയ്താലും മതി. കുറച്ചുകൂടെ സമയം എടുക്കുമെന്നേ ഉള്ളൂ, ഉത്തരം കിട്ടും. ഓക്കെ, അടുത്തൊരു ചോദ്യം. തന്നിട്ടുള്ള സംഖ്യകളിൽ ഒന്നിന്റെ സ്ഥാനത്ത് 3 വരുന്ന സംഖ്യ ഏതെന്നാണ്. ഒന്നിന്റെ സ്ഥാനത്ത് എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് നിന്നാണ് കേട്ടോ. തന്നിരിക്കുന്ന കുറച്ച് സംഖ്യകളുണ്ട്, ഇവയിൽ ഏതിന്റെയാണ് ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്നത്? കണ്ടോ, തന്നിരിക്കുന്ന സംഖ്യകളൊന്നും അത്ര ചെറുതല്ല. ഇവരെല്ലാവരും എന്താണ്? കൃതികളാണല്ലേ. 7ന്റെ 33ാമത്തെ പവർ, 34ാമത്തെ പവർ, 35ാമത്തെ പവർ, 36ാമത്തെ പവർ. ഇതിൽ എവിടെയാണ് ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്നത് എന്നാണ്. അപ്പൊ ഇത് കണ്ടെത്താൻ എന്താ മാർഗം എന്ന് വെച്ചാൽ, നിങ്ങൾ 7ന്റെ പവേഴ്സ് എഴുതുക. 7/1 ആരാ? 7/1 എന്ന് പറയുന്ന ആരാണ്? 7 തന്നെയാണ് അല്ലെ. 7/2 എന്ന് വെച്ചാൽ ആരാ? 49 അല്ലെ. അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആരാ വരുന്നേ? 9. അപ്പൊ 7/3 എന്ന് വെച്ചാൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനം എന്തായിരിക്കും? 7 × 7 × 7 343 എന്നാണ് അതിന്റെ ഒറ്റയുടെ സ്ഥാനം. 3 കണ്ടോ. ഈ 3 ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പൊ 7ന്റെ പവർ എടുക്കുമ്പോൾ എവിടെയാണ് 3 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെന്ന് വെച്ചാൽ 3ാമത്തെ പവറിലാണ്. പക്ഷെ ഇവിടെ കണ്ടോ, 3ാമത്തെ പവർ ഓപ്ഷനകത്തുണ്ടോ? 3 എന്ന് പറയുന്ന സംഗതിയേ ഓപ്ഷനിലില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7ന്റെ പവേഴ്സ് നമ്മൾ എഴുതി നോക്കി, എവിടെയാണ് 3 വരുന്നതെന്ന് ഫിക്സ് ചെയ്തു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാം പവേഴ്സ് എടുക്കുക. അപ്പൊ 33 ആണ് ആദ്യത്തെ പവർ. 33നെ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 33നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 റിമൈൻഡർ വരുന്നുണ്ടോ? നമുക്ക് 3 റിമൈൻഡർ കിട്ടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3 വന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 3ാമത്തെ പവറിൽ ആര് വരുള്ളൂ? യൂണിറ്റ് ഡിജിറ്റ് 3 വരുള്ളൂ. അപ്പൊ 33നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 4 32. റിമൈൻഡർ എത്രയാ? 1 ആണ്. അപ്പൊ അതല്ല ഉത്തരം. അടുത്ത നമ്മൾ 34 എടുക്കുക. 34നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 8 32. റിമൈൻഡർ എത്രയാ? 2 വന്നു. അപ്പൊ അതാണോ ഉത്തരം? അതുമല്ല. അടുത്ത 35 ആണ്. അപ്പൊ 35നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. 35നെ ഏതുകൊണ്ട്? നമ്മൾ ഈ പറഞ്ഞ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 35/4. 35ൽ 4 ഉണ്ടോ? ഉണ്ട്. 35ൽ എത്ര 4 ഉണ്ട്? 8 4 32 വന്നിട്ടുണ്ട്. റിമൈൻഡർ എത്രയാ? 3 ആണ് വന്നിരിക്കുന്നത്. കറക്റ്റ് ആയോ? അപ്പൊ റിമൈൻഡർ 3 കിട്ടിയിട്ടുണ്ട്. ഇവിടെ റിമൈൻഡർ 1 ആയിരുന്നു, ഇവിടെ റിമൈൻഡർ 2 ആയിരുന്നു. റിമൈൻഡർ 3 വരുന്നത് നോക്കി നടക്കുകയായിരുന്നു. ഈ റിമൈൻഡർ 3 വന്നാലേ നമുക്ക് 7ന്റെ 3ാമത്തെ പവർ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 7/1, 7/2, 7/3 എടുത്തു. അടുത്ത 7/4 ആരാണെന്ന് വെച്ചാൽ 7/4ന്റെ യൂണിറ്റ് ഡിജിറ്റ് ആരാന്ന് വെച്ചാൽ 1 എന്നാണ് വരിക. മനസ്സിലായോ? 3നോട് 7 ഗുണിച്ചു. 3 7 21. അടുത്ത 7/5 ആരാണെന്ന് വെച്ചാൽ പിന്നെ 7 വരും. 7/6 ആരാണെന്ന് വെച്ചാൽ അത് 9 വരും. 7/7 ആണ് ഏതാന്ന് വെച്ചാൽ അത് 3 വരും. മനസ്സിലായോ? അതായത് ഈ പറഞ്ഞ 4 പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും താഴോട്ട് താഴോട്ട് താഴോട്ട്. അതുകൊണ്ടാണ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3 റിമൈൻഡർ ആയിട്ട് വന്നത് എവിടെയാണ്? 7/35ന്റെ 35 എടുത്ത് ചെയ്തപ്പോഴാണ്. സോ നമ്മുടെ ആൻസർ 7/35 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഏത് വരണം? 3 വരണം എന്നാണ്. അപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾ എത്രേ ഉള്ളൂ, നമ്മുടെ ബേസ് നമ്പർ ആയ 7ന്റെ എത്രാമത്തെ പവറിലാണ് 3 വരുന്നതെന്ന് നോക്കാം. 1ാമത്തെ പവറിൽ 7 വരത്തുള്ളൂ. 2ാമത്തെ പവറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 9 വരുള്ളൂ. 3ാമത്തെ പവർ അതായത് 7 × 7 × 7 3 തവണ എഴുതി ഗുണിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് ആരേ വരുള്ളൂ? 3 വരും. ശരിയല്ലേ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ 3 റിമൈൻഡർ ആയിട്ട് കിട്ടണം. എവിടെ കിട്ടണമെന്നാണ്? ഇവിടുത്തെ പവേഴ്സ് എടുത്ത് ചെയ്യുക. അപ്പൊ 33നെ നമ്മൾ ഏതുകൊണ്ട്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുള്ളൂ. എന്നാൽ അടുത്ത 34നെ എടുത്തിട്ടാണ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ റിമൈൻഡർ 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ അതും അല്ല. അപ്പൊ ഇവർ രണ്ടുപേരും തെറ്റാ. അടുത്ത 7/35 വന്നു. 35നെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കൊണ്ടാണ്. 4 കൊണ്ട് 35നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുന്നുണ്ടാ? ഉറപ്പായിട്ടും 3 വരുന്നുണ്ട്. അപ്പൊ ആ 3 വന്ന സ്ഥലമാണ് നമ്മുടെ ആൻസർ. കേട്ടോ? അതിന്റെ ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാം. യൂണിറ്റ് ഡിജിറ്റുകൾ നോക്കി ചെയ്യാം. ഓക്കെ,
അടുത്തൊരു ചോദ്യം, 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ചുണ്ടാക്കുന്ന ചതുരത്തിന്റെ പരമാവധി പരപ്പളവ് എത്ര? ഒരു ചതുരത്തിന്റെ പരമാവധി പരപ്പളവ് എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയാവോ? ഒരു ചതുരാകൃതിയിൽ പരമാവധി പരപ്പളവ് മാക്സിമം ഏരിയ കിട്ടുന്നത് സമചതുരത്തിലാണ്. സ്ക്വയറിലേ കിട്ടത്തുള്ളൂ, റെക്ടാങ്കിളിൽ കിട്ടത്തില്ല. ഒരേ ചുറ്റളവിലുള്ള, അതായത് 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറിനെ വളച്ച് നമ്മൾ ചതുരം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വയറിന്റെ ചുറ്റളവ് എന്താണ്? പെരിമീറ്റർ എന്താണ്? 24 സെന്റിമീറ്റർ ആണ്. ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+B എന്ന് നമുക്ക് പറയാമല്ലോ. നീളവും വീതിയും കൂടെ കൂട്ടിയിട്ട് ഇരട്ടിയെടുത്താൽ എത്ര കിട്ടും? 24 കിട്ടും ആണ്. അപ്പൊ നമുക്ക് എന്തറിയാം? L+B എന്ന് പറയുന്നത് എത്ര എന്ന് എഴുതാം? 12 എന്ന് എഴുതാൻ പറ്റും. നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 12 കിട്ടണം. ഓക്കെ. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നീളവും വീതിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? റെക്ടാങ്കിൾ ആയിരിക്കും. റെക്ടാങ്കിളിനകത്ത് ഒരിക്കലും പരമാവധി എന്ത് കിട്ടില്ല? ചുറ്റളവ് കിട്ടില്ല എന്നാണോ? അല്ല, പരപ്പളവ് കിട്ടൂല. അപ്പൊ മാക്സിമം പരപ്പളവ് കിട്ടേണ്ടത് എവിടെയാണ്? സ്ക്വയറിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ 24 എന്ന് പറയുന്ന ചുറ്റളവ് ആരുടെ ആയിട്ട് എടുക്കണം? പെരിമീറ്റർ 24 ആരുടെ ആയിട്ട് എടുക്കണം? സ്ക്വയറിലാക്കി എടുക്കണം. സ്ക്വയറിന്റെ ചുറ്റളവ് എത്രയാടാ? 4a എന്നല്ലേ? a+a+a+a എല്ലാ വശവും കൂടെ കൂട്ടുമ്പോൾ അപ്പൊ 4a എന്ന് പറയുന്നത് 24. അല്ലടാ മക്കളെ? അപ്പൊ a എത്രാന്ന് വെച്ചാൽ 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 6 എന്നാണ്. അതായത് ചതുരത്തിന്റെ ഒരു വശം 6 ആണ്. അപ്പൊ ഈ ചതുരത്തിന്റെ ഏരിയ വശം ഗുണം വശം, അല്ലെങ്കിൽ a സ്ക്വയർ എന്ന് എടുത്താൽ പോരെ. ഇപ്പൊ വശം 6 ആയതുകൊണ്ട് തന്നെ 6ന്റെ സ്ക്വയർ എടുത്തോ. 6ന്റെ സ്ക്വയർ എത്രയാ? 36. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരമാവധി പരപ്പളവ് 36 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയാം. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? a സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പഠിക്കാനില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ ഈ 24 സെന്റിമീറ്റർ നീളമുള്ള വയർ വളച്ചുണ്ടാക്കുന്ന ഏറ്റവും പരമാവധി പരപ്പുള്ളത് എന്താണ്? അത് സ്ക്വയറിലാണ്. ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതിന്റെ ചുറ്റളവ് 24 ആണ്. ചുറ്റളവ്, സ്ക്വയറിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? 4a ആണല്ലോ. 4a 24 ആണ്. അപ്പൊ ഇതിന്റെ a എത്രയാണ്? വശം എന്താണെന്ന് ചോദിച്ചാൽ 24/4 എന്ന് എടുക്കുക. ഇതിന്റെ ഒരു വശം 6 കിട്ടിയില്ലേ? ആണ്. ഇനി ഇതിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാൻ a സ്ക്വയർ എടുത്താൽ പോരെ. അതായത് നമ്മൾ എന്ത് ചെയ്യും? 6ന്റെ സ്ക്വയർ എടുക്കും. 6ന്റെ സ്ക്വയർ എത്രടാ മക്കളെ? 36. അതുകൊണ്ട് തന്നെ പരമാവധി പരപ്പളവ് എത്രയായിരിക്കും? 36 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. ആ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതിനകത്ത് പല ചോദ്യങ്ങൾക്ക് ഞാൻ ഡിഫറെന്റ് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള മെത്തേഡ് മാത്രം ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണ്ട. ഓക്കെ, റെഡിയാണ്, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും മറ്റ് ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.